ഇതാണ് ആ ഗോഹർ ഷാഹി. ലോകത്ത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരും ഋഷിവര്യന്മാരും വിശുദ്ധരും എല്ലാം കഴിഞ്ഞുപോയി. എന്നാൽ ലോകത്ത് ഇന്നും പൂർണ്ണമായ നീതിയും സത്യവും ധർമ്മവും പുലർന്നു കാണുന്നില്ല. പൂർണ്ണമായ ഒരു മഹാ അവതാരത്തെ ലോകം തേടുകയായിരുന്നു. 1941 നവംബർ 25 ഹിന്ദിൽ ആ പരിമളം പരക്കുകയായി. ബാല്യകാലം മുതൽ നിസാമുദ്ദീൻ ഔലിയയുടെ ദർബാറുമായി ബന്ധം പുലർത്തുകയും ലാൽബാഗിൽ സഹ്വാൻ ഷെരീഫിൽ ഏകാന്തവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് അവിടുന്ന് ദൗത്യവുമായി ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷനായി. ലോകം ഇരുട്ടിലായിരുന്നു. അന്ധത ബാധിച്ചത് ഹൃദയങ്ങൾക്കായിരുന്നു. അതുവരെ ലോകത്ത് നടന്ന വിപ്ലവങ്ങളെല്ലാം ഉപരിപ്ലവങ്ങൾ മാത്രമായിരുന്നു. ചികിത്സ വേണ്ടത് മർമ്മത്തിലായിരുന്നു. ജാതിമത ദേശവ്യത്യാസമില്ലാതെ അവിടുന്ന് അസംഖ്യം ആളുകളുടെ ആത്മഹൃദയത്തെ ഉണർത്തി. ദൈവിക സ്നേഹത്തിൻ്റെ വിത്ത് പാകി. പിന്നീട് തിക്രക്കൽബ് എന്ന മഹത്തായ നിധിയെക്കുറിച്ചറിഞ്ഞ് ലോകത്തിലെ നാനാഭാഗത്തുള്ള ആളുകൾ അവിടുത്തേക്ക് ആകർഷിച്ചു. വിവിധ മതക്കാരിലേക്കും ഭാഷക്കാരിലേക്കും വിവിധ ആശയക്കാരിലേക്കും ദൈവിക സ്നേഹത്തിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലുകയുണ്ടായി. ദൈവനിഷേധികളുടെ ഹൃദയത്തിൽ പോലും അവിടുന്ന് ദൈവനാമം പ്രവേശിപ്പിച്ചു. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന വിധം അവിടുന്ന് പറയുന്നു. ഒരു മുസ്ലിം പറയുന്നു, ഞാൻ എല്ലാവരേക്കാളും ശ്രേഷ്ഠനാണ്. ഒരു ജൂതൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ മുസ്ലിമിനേക്കാൾ മികച്ചവനാണ്. ഒരു ക്രിസ്ത്യാനി പറയുന്നു, മുസ്ലിമിനേക്കാളും ജൂതനേക്കാളും മറ്റു മതസ്ഥരേക്കാളും വലിയവനാണ് ഞാൻ. എന്തെന്നാൽ ഞങ്ങൾ ദൈവപുത്രൻ്റെ ജനതയാണ്. എന്നാൽ ഗോഹർ ഷാഹി അവറുകൾ പ്രഖ്യാപിക്കുന്നു, ഏത് മതക്കാരനാണെങ്കിലും ഹൃദയത്തിൽ ദൈവപ്രേമം ഉള്ളവനാണ് മികച്ചവനും ഉന്നതനും. സമഗ്രമായ ആത്മീയത അവിടുന്ന് പഠിപ്പിക്കുകയും അവിടുത്തേക്ക് എത്തുന്നവരിൽ അത് പ്രയോഗവൽക്കരിച്ചു കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ന് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹിയുടെ രഹസ്യമായ സയ്യിദ് യൂനുസൽ ഗോഹർ അൾട്ര TV എന്ന പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ 20 വർഷത്തിൽ അധികമായി ഈ ദിവ്യ സന്ദേശം മാലോകരിൽ വിതറിക്കൊണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ ഈ അവസാന സന്ദേശം ആദിയോഗിയുടെ മണ്ണിൽ ചരിത്രത്തിൻ്റെ ആവർത്തനം പോലെ അവസാനമായാണ് എത്തിയത്. സയ്യിദ് യൂനുസൽ ഗോഹറിൻ്റെ ഈ ദീപത്തെ കേരളക്കരയിൽ ആദ്യമായി ഉയർത്തിയത് റിയാസിൻ്റെ ബുള്ളേഷ ഡോക്ടർ അൻവർ കേഹത്താണ്. കുറഞ്ഞ കാലയളവിൽ നൂറ്റാണ്ടിൻ്റെ ദൗത്യം നിർവഹിച്ച് തൻ്റെ ജീവിതം മുഴുവൻ സർക്കാർ മെഹദിക്കു വേണ്ടി സമർപ്പിച്ചു. ഭൗതിക ശരീരം ഉപേക്ഷിച്ച് ആത്മാവിൽ അൾട്രയുടെ മുദ്ര ചാർത്തി ആത്മലോകത്തേക്ക് യാത്രയായി. ആന്തരികമായി ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ, ഞങ്ങളുടെ ആത്മമിത്രം അൻവർ കേഹത്തിൻ്റെ സ്മരണയിലേക്ക് നമുക്ക് പോകാം. മഹദിയോരെ അറിവ് കൊണ്ട് ജ്വാല തീർത്തു കേരളം. മഹദിയോരെ അറിവ് കൊണ്ട് ജ്വാല തീർത്തു കേരളം. സയ്യിദിയുടെ കരവും നേടി പൂർത്തിയാക്കി ജീവിതം. സയ്യിദിയുടെ കരവും നേടി പൂർത്തിയാക്കി ജീവിതം. മായുകില്ല മറയുകില്ല അൻവറിന്റെ ഓർമ്മകൾ. മഹദി അറിവിൻ സാഗരമായി വിജ്ഞാനദാഹികൾക്ക് അറിവും പകർന്നു നൽകി. സയ്യിദി യൂനുസിന്റെ കൽബിന്റെ സാക്ഷിയായി പകരം വെക്കാനുമില്ല. ഇന്ന് ജാതിമത വ്യത്യാസമില്ലാതെ ഈ സന്ദേശം കേരളക്കരയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ ഇറങ്ങിവന്ന സർക്കാർ റിയാസിൻ്റെ ആത്മാക്കൾ ഇതിനെ നെഞ്ചിലേറ്റുകയാണ്. അവർ അവരുടെ നാഥനെ കണ്ടുമുട്ടിയ സന്തോഷത്തിൽ ആവുകയാണ്. ഇത് ആത്മാക്കളുടെ സമാഗമമാണ്. ഇവിടെ അവഗണിക്കപ്പെട്ടവരോ പരിഗണിക്കപ്പെട്ടവരോ ഇല്ല. അധികാരികളും നേതാക്കളും ഇല്ല. ഇത് റിയാസിൽ നൃത്തം ചെയ്യുന്ന പ്രണയികളുടെ കൂടിച്ചേരലാണ്. സമയമാകുമ്പോൾ ഇതിൻ്റെ ആത്മാക്കൾ ഇതിലേക്ക് എത്തിച്ചേരുന്നു. മാമലനാട് സർക്കാർ റിയാസിന് സ്വാഗതം അരുളുന്നു. മതിലുകൾ പതിച്ച മാനവരെ കനിവാൽ ചേർക്കും പെരിയോനെ. മതിലുകൾ പതിച്ച മാനവരെ
കനിവാൽ ചേർക്കും പെരിയോനെ, അറിവിൻ പൂർണ്ണത നൽകിയിടാനായി അതിരുകൾ കാക്കും നായകനെ. അറിവിൻ പൂർണ്ണത നൽകിയിടാനായി അതിരുകൾ കാക്കും നായകനെ. കൽബിലെ കണ്ണ് തൊടുത്തപ്പോൾ ഉള്ളിലെ ഇഷ്ക് പടച്ചോനെ. മർഹബാ യാ മർഹബാ ഗോഹർ ഷാഹി മർഹബാ. 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 ഇന്ദിൽ പൂത്തൊരു പരിമളമേ, ലോകം നിറയും സുഗന്ധമേ. ഈശ്വരരാജ്യ സുൽത്താനെ, നീതി നിറയ്ക്കും ഭഗവാനെ. സ്നേഹം നൂറായി തന്നവനെ, ദാഹം തീർക്കാൻ വന്നവനെ. കേരളക്കരയിൽ ഉള്ള നിങ്ങൾക്ക് ഏവർക്കും ഈ ഇഷ്കിൻ്റെ സന്ദേശം പഠിച്ചു നോക്കാവുന്നതാണ്. റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി അവറുകളുടെ ദീൻ ഇലാഹി എന്ന ഈ ഗ്രന്ഥം അന്വേഷികൾക്ക് സൗജന്യമായി ലഭ്യമാണ്. ഈ ഗ്രന്ഥം എല്ലാ മതങ്ങളും എല്ലാ മതകക്ഷികളും എല്ലാ മനുഷ്യരും ശ്രദ്ധയോടെ പഠിക്കേണ്ടതും ഗവേഷണം ചെയ്യേണ്ടതുമാണ്. ആത്മീയതയെ നിഷേധിക്കുന്നവർക്ക് ഒരു വെല്ലുവിളിയാണ് ഈ ഗ്രന്ഥം. സയ്യിദ് യൂനുസൽ ഗോഹറിൻ്റെ സിസ്റ്റം തുറന്നതും വിശാലവുമാണ്. നിങ്ങൾക്ക് ഏവർക്കും അൽറ ടിവിയിലൂടെ അവിടുത്തെ നേരിട്ട് കാണുകയും പഠിക്കുകയും ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ സമയം 4 മണിക്ക് രാവിലെ എന്നും അവിടുന്ന് ലൈവിൽ വരുന്നുണ്ട്. കലാലയങ്ങളിലും കളിമൈതാനിയിലും വർഗീയ സംവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്ന കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യത്തിൽ സയ്യിദ് യൂനുസൽ ഗോഹറിൻ്റെ ഒരു പറ്റം ചുണക്കുട്ടികൾ ഈ സന്ദേശത്തെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് മലയാളക്കരയിലേക്ക് പടർത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് കുടുംബത്തെക്കാളും സ്വന്തത്തെക്കാളും സമ്പത്തിനേക്കാളും സകല ബിംബങ്ങളെക്കാളും പ്രിയം റാ റിയാസാണ്. അവർ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടുന്നില്ല. കർബല ഇന്നും ഇവിടെയുണ്ട്. അതായത് അസത്യവും അനീതിയും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ആകാശത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സർക്കാർ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി അവറുകൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ ചുവപ്പാണ് സത്യം. കർബല വിജയിക്കാതെ ഭൂമി അവസാനിക്കുകയില്ല. റാ റിയാസിൻ്റെ പട അകത്തും പുറത്തും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും. സയ്യിദ് യൂനുസൽ ഗോഹർ പറഞ്ഞു, മുസ്ലിങ്ങൾ 1400 വർഷം മൗല അലിയുടെ യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിൽ മറച്ചുവെച്ചു. മഹദി ഫാത്തിമയുടെ യാഥാർത്ഥ്യവും മറച്ചുവെച്ചു. അവർ മിണ്ടാതെയിരുന്നു. പക്ഷേ ഞാൻ തുറന്നു സംസാരിക്കുന്നു. കാരണം ഞാൻ ഗോഹർ ഷാഹിയുടേതാണ്. എനിക്ക് കള്ളം പറയാൻ കഴിയില്ല. മൗല അലിയുടെ അവകാശം അടിച്ചമർത്തപ്പെട്ടു. അബൂ ഹുറൈറ പറഞ്ഞു, എനിക്കു 2 തരം അറിവുകൾ ലഭിച്ചു. ഒരെണ്ണം ഞാൻ പറഞ്ഞു, രണ്ടാമത്തേത് പറഞ്ഞാൽ നിങ്ങളെന്നെ കൊല്ലും. നബിയുടെ അനുചരന്മാർക്ക് രണ്ടാമത്തെ അറിവ് പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഞങ്ങൾ റസൂലിൻ്റെ അനുചരന്മാർ അല്ല. ഞങ്ങൾ ഗോഹർ ഷാഹിയുടെ അടിമകളാണ്. ഞങ്ങൾ ആരെയും ഭയപ്പെടുന്നില്ല. നബിയുടെ അനുചരന്മാർ ഭയപ്പെട്ടേക്കാം, പക്ഷേ ഗോഹറിൻ്റെ നായക്ക് ഭയപ്പെടാൻ കഴിയില്ല. റാ റിയാസിൻ്റെ ആത്മാക്കൾ കേരളക്കരയിൽ അഹ്ലുബൈത്തിൻ്റെ സത്യം വിളിച്ചു പറയുകയും ഇമാം മെഹദിയുടെ യഥാർത്ഥ ജ്ഞാനത്തെ പരിചയപ്പെടുത്തുകയും അവിടുത്തേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. എന്താണ് അൽ റാ? അലിഫ് ലാം മീം മുഹമ്മദ് നബിയാണ്. അലിഫ് ലാം റാ റാ റിയാസാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അവസാനത്തേത് തന്നെയാണ് ആദ്യത്തിനേക്കാൾ നിനക്ക് ഉത്തമമായത്. മുഹമ്മദ് നബിയുടെ അർസി അർവാഹണിഞ്ഞ് റാ റിയാസ് വന്നിരിക്കുന്നു. അവിടുത്തെ 2ാം വരവ്. പ്രവാചകന്മാർ ഒരുപാടുണ്ട്, എന്നാൽ മെഹദി ഒന്നേ ഉള്ളൂ. മെഹദി എന്നത് ഏറ്റവും ഉന്നതമായ പദവിയാണ്. സർക്കാർ റാ റിയാസിനെ സംബന്ധിച്ചിടത്തോളം അത് ഭൂമിയിലേക്ക് വന്നപ്പോഴുള്ള ചെറിയൊരു അലങ്കാരം മാത്രമാണ്. പ്രവാചകന്മാർ ആത്മീയത പൂർത്തീകരിച്ചു. ദൈവത്തെ ദർശിക്കുന്ന തലം വരെ എത്തി.
ദൈവം മറഞ്ഞിരിക്കുന്ന നിധിയായിരുന്നു. 7 ആത്മലോകങ്ങളും സൃഷ്ടിച്ചു. സിംഹാസനത്തിൽ ഉപമിഷ്ടനാകും മുമ്പേ ദൈവം എവിടെയായിരുന്നു? ആത്മീയതക്കും അപ്പുറമുള്ള രഹസ്യമാണ് അൽറ. പ്രവാചകന്മാരും ദൈവം തന്നെയും കാത്തിരുന്ന ഈശ്വരരാജ്യ സുൽത്താനാണ് റാ റിയാസ്. ഇത് റാ റിയാസിൻ കാലമാണ്. बुझा हम राहे रियाज